സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, ഞാൻ വലിയ അടിക്കാരനാണെന്നൊക്കെ നമ്മൾ പണ്ട് പറയത്തില്ല, മലബാറിലൊക്കെ പറയുന്നത് ആണ്ടി വലിയ അടിക്കാരനാണെന്നൊക്കെ ആണ്ടി തന്നെ സ്വയം പറഞ്ഞു നടക്കുക എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ് നടന്ന് വീമ്പിളക്കി നടന്ന ഒരാളായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇറാനോട് മുട്ടാൻ പോയ സമയത്ത്, യുദ്ധം ചെയ്യാൻ പോയ സമയത്ത് എന്താണ് ആദ്യം പറഞ്ഞത്? ഞാൻ വളരെ പെട്ടെന്ന്, എനിക്ക് വളരെ ദിവസങ്ങൾ തന്നെ ആവശ്യമുള്ളൂ, ഇറാനെ ഞാൻ സർവ്വ തകർത്ത് കളയും, അവരുടെ യുറേനിയം ഞാൻ പിടിച്ചെടുത്ത് കളയും, അവരുടെ എണ്ണ ശാലകളെല്ലാം ഞാൻ പിടിച്ചെടുത്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചാടിക്കേറി ഇസ്രായേലുമായിട്ട് ചേർന്ന് യുദ്ധം ചെയ്യാനായിട്ട് അവിടെ പോയത്. വല്ല കാര്യമുണ്ട്? അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻസ്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻസിൽപ്പെട്ട ആളുകൾ വരെ പറഞ്ഞിരുന്നു ഇത്തരത്തിന് പോകരുത്, കാരണം അമേരിക്കയ്ക്ക് ഇതിന് ആവശ്യമില്ല, ഒരാവശ്യമില്ലാത്തൊരു കാര്യമാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൊണ്ട് തലയിട്ട് കൊടുക്കരുത്, പിന്നെ കഴുത്തി തല കൊണ്ടൊന്ന് ഇതിനകത്ത് ഇടരുതെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. പക്ഷേ ചാടിക്കേറി ഇസ്രായേലിന്റെ ആവശ്യത്തിന് വഴങ്ങിപ്പോയതാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? അവിടെ കിടന്നല്ലേ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ് അല്ലെ, അല്ലെങ്കിൽ അത് യുദ്ധസമാനം. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൊരു ശാന്തതയുള്ളത്. അവരുടെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട എത്ര ലക്ഷം കോടി ഡോളറിന്റെ നഷ്ടമാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് ഇല്ലേ? എണ്ണ, അവരുടെ സാമ്പത്തിക മേഖലയാണെങ്കിലും ശരി, മറ്റേ സൈനിക മേഖലകളിലും ഒക്കെ വലിയ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇതിന് മറുമരുന്നുണ്ടെന്നാണ് ഇപ്പൊ അവർ പറയുന്നത്. അമേരിക്കയുടെ ഇരിക്കുന്ന അത്യാധുനികമായ ആയുധങ്ങൾ വിൽക്കാനുള്ള ഒരു തന്ത്രവുമായിരുന്നെന്നും പറയുന്നുണ്ട്. ഇപ്പൊ പിന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം ഈ അമേരിക്കയുടെ ആയുധങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെയും വരാം കേട്ടോ, അങ്ങനെയും വരാം. കാരണം ഇദ്ദേഹത്തിന്റെ എല്ലാ സമ്പത്തും കയ്യിലിരിക്കുകയാണല്ലോ. എണ്ണ ശേഖരം ലോകത്തിന്റെ അത് മുഴുവൻ പിടിച്ച് വെനസ്വേല അടക്കം പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേൾക്കത്തില്ല, എൻ്റെ ഒരുപാട് എണ്ണ ഇരിപ്പുണ്ട്, ക്രൂഡ് ഇരിപ്പുണ്ട്, ആർക്കെങ്കിലും ഒക്കെ എണ്ണ വേണേ വാ ഞാൻ തരാം, നിങ്ങളൊന്ന് റഷ്യയോടും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊന്നും മേടിക്കേണ്ട എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതേപോലെ തന്നെയാണ് പിന്നെ ഈ വെടിക്കോപ്പുകളുടെ കാര്യങ്ങളിലും ആയുധങ്ങളുടെ കാര്യത്തിലും അമേരിക്ക വലിയ ശക്തി തന്നെയാണ് അല്ലേ? അപ്പൊ മറ്റു രാജ്യങ്ങളിലെ ചൈനയുടെയും റഷ്യയുടെയും ഒന്നും മേടിക്കണ്ട, ഇവിടെ ഇഷ്ടം പോലെ സാധനമുണ്ട്. അപ്പൊ അതൊക്കെ വിൽക്കാനുള്ള തന്ത്രം. നമ്മളിപ്പോ കടകാലിയാക്കൽ എന്നൊക്കെ പറയത്തില്ലേ, ചില നാട്ടിൻ പുറത്തൊക്കെ കടകാലിയാക്കൽ എന്ന് പറഞ്ഞതുപോലെയുള്ള കച്ചവടമായിരുന്നോ? എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായി. എന്തായാലും ലാഭം ഉണ്ടാക്കും. അങ്ങനെ പുള്ളി ഒരു വ്യവസായി, കച്ചവടക്കാരനാണല്ലോ. കച്ചവടക്കാരനായതുകൊണ്ട് യുദ്ധ വഴി കൂടെ കുറേയൊക്കെ നഷ്ടം ഉണ്ടായാലും ശരി, ആയുധ കച്ചവടം വഴിയോ എണ്ണ കച്ചവടം വഴിയോ പുള്ളി ലാഭം ഉണ്ടാക്കും, അതൊക്കെ സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് മുമ്പേ അർജുൻ നേരത്തെ സൂചിപ്പിച്ച വാക്കതാണ്, ഇദ്ദേഹം പറയുന്നതിന് ഒന്നും നമുക്ക് മുഖവിലേക്ക് എടുക്കാനൊക്കത്തില്ല. ഇപ്പൊ പുള്ളി ഇത് പറയാണ്, ഇന്ന് ഞാൻ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഇന്നതിലെ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കകം എവിടെയെങ്കിലും ഒരു ആക്രമണത്തിനുള്ള പരിപാടി ഒപ്പിക്കും. അമേരിക്ക നേരിട്ടല്ല ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ അവിടെ വാർഷിപ്പുകളെല്ലാം കൊണ്ടുവന്ന് ഹോർമുസ് കടലിടുക്കിന്റെ വാതിക്കൽ ഇട്ടിട്ടുണ്ടെങ്കിലും പ്രത്യക്ഷമായിട്ട് ഇസ്രായേലിനെ കൊണ്ടോ എവിടുന്നെങ്കിലുമൊക്കെയോ ചില സംഭവങ്ങൾ ഉണ്ടാക്കിച്ചു വെക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു തരത്തിലും നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കിനെ വിശ്വസിച്ചിട്ട് ഇതാ ശാശ്വത സമാധാനം ഉണ്ടാകാൻ പോകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കരുത് എന്ന് പറയുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ്. ഇപ്പൊ ഏറ്റവും പുതിയ പ്രസ്താവന അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ പ്രസ്താവനയും വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു, അമേരിക്ക യഥാർത്ഥമായിട്ട് യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു, ഇനി മേലില് ഇറാന് നേരെ ഒരാക്രമണമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഞാൻ ഇസ്രായേലിനോടും പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇസ്രായേലിനോട് പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സമാധാനമായിട്ട് തീരുകയാണ്. പക്ഷെ എങ്ങനെ സമാധാനമായിട്ട് തീരുന്നത്? ഇപ്പൊ ഇദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം അവർ നിർത്തിവെക്കുമെന്നാണ് പറയുന്നത്. സമ്പുഷ്ടീകരണം നിർത്തിവെക്കും. യുറേനിയം ഇനിയിപ്പോഴവര് ഈ പറയുന്ന നിബന്ധനകൾക്ക് പാലിച്ച് മാത്രമേ, അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ അവരുടെ മറ്റു രാജ്യങ്ങളിൽ ഒക്കെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന യുറേനിയം അവർ മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സമിതിയെ ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്യുമെന്നാണ് ഇപ്പൊ ട്രംപിന്റെ ഒരു അവകാശപ്പെടുന്നത്. ഇറാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളതാണ്. അതിന് പകരമായിട്ട് ഹോർമുസ് കടലെടുക്ക് സർവ്വസ്വാതന്ത്ര്യമായിട്ട് തുറന്നു കൊടുക്കണം. ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ വ്യവസായ ഇടനാഴി എന്നൊക്കെ നമ്മൾ പറയാവുന്ന, ഏറ്റവും കൂടുതൽ പിന്നെ കപ്പലുകൾ കടന്നു പോകുന്ന ആ ഹോർമുസ് കടലെടുക്കുക. ഇപ്പൊ അതിന്റെ വാതിക്കെ പുള്ളി പോയി കാവല് നിൽക്കുകയാണല്ലോ. കപ്പൽ 2-3 വാർഷിപ്പ് ഇട്ടിട്ട് അവിടെ പോയി കാവല് നിൽക്കുകയാണ്. ഇതിലെവിടെ ആരെങ്കിലും എണ്ണയും കൊണ്ടോ മറ്റു സാധനങ്ങളോ കൊണ്ടോ വരികയാണെങ്കിൽ ആക്രമിക്കുന്നതിനായിട്ട് അദ്ദേഹം പോയി അവിടെ കാവല് നിൽക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, 24 ദിവസം മുമ്പ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ എന്തൊക്കെ ഒരു ഡ്രോൺ ആക്രമണമോ ചെറിയ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരാൾ വേണ്ടി വഴി തടഞ്ഞ് അങ്ങോട്ട് നിൽക്കുകയാണ്, വഴി അടച്ചുകൊണ്ട് അവിടെ കയറി നിൽക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ മാറ്റി കൊടുക്കാമെന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കപ്പലുകൾ അങ്ങ് മാറ്റാം, അതിന് പകരമായിട്ട് ഹോർമുസ് കടലെടുക്ക് തുറക്കണം, തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിലുള്ള ഗതാഗതം സുഗമമാക്കുക. അതോടൊപ്പം തന്നെ ഇറാൻ മറ്റൊരു കാര്യം, അവരുടെ പേരിൽ അമേരിക്ക വലിയ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സാമ്പത്തികമല്ല, ഒരുപാട് ഉപരോധങ്ങൾ അവരുടെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം മറ്റ് രാജ്യങ്ങളോടൊന്നും എണ്ണ വാണിക്കാൻ അവരുടെ ഇഷ്ടം പോലെ ക്രൂഡാണല്ലോ. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും അതിൽ ഒന്ന് എന്നുള്ള നിലയിൽ
ഇറാനിൽ നിന്നുള്ള ക്രൂഡ് വാങ്ങിക്കാനായിട്ട് ലോകരാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പോലും അവർ അനുവദിച്ചിരുന്നില്ല, അമേരിക്ക അനുവദിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് നിയന്ത്രണങ്ങൾ ഈ രാജ്യത്തിന് മേൽ അവർ ഏർപ്പെടുത്തിയിരുന്നു. ആ നിരോധനങ്ങളെല്ലാം പിൻവലിക്കാമെന്നാണ് പറയുന്നത്. ഇറാന് മേൽ ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും ഞങ്ങൾ പിൻവലിച്ചു കൊടുക്കാം. അതിന് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന് മറ്റൊരു രാജ്യത്തിന് കിട്ടുന്നത് പോലെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾ അനുവദിച്ചു കൊടുക്കാമെന്നാണ് ട്രംപ് പറയുന്നത്. അതും എത്ര കണ്ടറിയണം. അതേപോലെ ഇപ്പം തന്നെ അവർ മരവിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇറാന്റെ ഒരുപാട് സാമ്പത്തിക അവരുടെ അവരുടെ പണം ഒരുപാടായിട്ട് പല ബാങ്കുകളിലുള്ളത് ഒരു മരവിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അമേരിക്ക. അവർക്ക് ആ പണം പിൻവലിക്കാൻ കഴിയുന്നില്ല. എണ്ണ വിറ്റ പൈസയാണത്. എണ്ണ വിറ്റ പൈസ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന എമൗണ്ടുകൾ പിൻവലിക്കാൻ അമേരിക്കൻ ഉപരോധം കൊണ്ട് അവർക്ക് സാധിക്കാതെ വന്ന് കിടക്കുകയാണ്. വലിയ അതാണ് അവരെ എല്ലാ തരത്തിലും വരിഞ്ഞു മുറുക്കുകയാണ് ചെയ്തത്. സൈനികപരമായിട്ട് ചെയ്യാവുന്ന ഒരുവിധം ഡാമേജുകൾ ചെയ്തു. പക്ഷേ സൈനികപരമായ കാര്യങ്ങൾക്കൊക്കെ ഇറാൻ തിരിച്ചടിച്ചു. അപ്പൊ അമേരിക്ക അടിക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവർക്ക് അമേരിക്ക കുടപിടിച്ചു കൊടുക്കുന്ന UAE അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കാണ് അടി കിട്ടിയത്. പശ്ചിമേഷ്യ കിടക്കുന്ന UAE അടക്കമുള്ള, സൗദി അടക്കമുള്ള, കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾക്കാണ് അതിന്റെ അടി കിട്ടിയത്. അപ്പൊ ഇതുവരെ അമേരിക്കയുടെ കാര്യത്തിൽ സുരക്ഷിതമാണെന്ന് കരുതിയിരുന്ന അവരെല്ലാം നേരെ തിരികുകയും ചെയ്തു അത്തരം കാര്യങ്ങളിൽ. അപ്പൊ അമേരിക്ക അവിടെ നിന്ന് മാറണം, നിങ്ങൾ ഇവിടെ നിന്ന് മാറിത്തന്നാൽ മതി എന്ന് വരെ UAE അടക്കമുള്ള രാജ്യങ്ങൾ വരെ പറഞ്ഞു, സൗദി അടക്കമുള്ള രാജ്യങ്ങൾ വരെ പറഞ്ഞു. കാരണം അവർക്കെല്ലാം പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്, തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം എതിർപ്പ് വന്നതുകൊണ്ട് ഇപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത് അവസാനിപ്പിക്കുന്ന അതിൽ ഒരു കണ്ടീഷൻ എന്നുള്ള നിലയിൽ ഇറാന്റെ ഈ ഫണ്ട്, മരവിപ്പിച്ചിരിക്കുന്ന ഫണ്ടുകൾ ഞാൻ വിട്ടുകൊടുക്കാമെന്നാണ് പറയുന്നത്. ഇതൊക്കെ പറച്ചിൽ മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ പണ്ട് പറയത്തില്ലേ, വെള്ളത്തിൽ വരച്ച വര പോലെയൊക്കെ ആയിത്തീരുമോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ളത് ഉറപ്പൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇതൊക്കെ തത്വത്തിൽ ഇപ്പോഴേ അങ്ങനെ നിലനിൽക്കുന്ന ചില കാര്യങ്ങളാണ്. തത്വത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷേ ഇതുവരെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കാര്യമായ ആക്രമണങ്ങളൊക്കെ ഒന്നും വലിയ കാര്യമായത് കേട്ടോ. 1-2 ഡ്രോണൊക്കെ ഇതിലെയൊക്കെ വിടുന്നുണ്ട്. ചില ടെസ്റ്റ് ഡോസ് പോലെ കഴിഞ്ഞ ദിവസവും ഇറാനും ചില ടെസ്റ്റ് ഡോസ് പോലെ ദുബൈയിൽ ആദ്യം ദുബൈയിലാണ് വന്നത്, പിന്നെ ബഹ്റൈനിലാണെന്ന് തോന്നുന്നു. അങ്ങനെ 2-3 ഡ്രോൺ ആക്രമണങ്ങളൊക്കെ അത്യാവശ്യം നടക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അമേരിക്ക അവിടെ ഹോർമുസിന്റെ വാതിൽക്കൽ കൊണ്ടിട്ടിരിക്കുന്ന വാർഷിപ്പിന് നേരെ ഒരു ഡ്രോൺ വന്നു, ഒരു മിസൈൽ വന്നു എന്നാണ് പറയുന്നത്. അത് വന്നിട്ടില്ലെന്നാണ് അമേരിക്ക പറയുന്നത്. എന്തായാലും കൊള്ളാം, അങ്ങനെയൊക്കെ ഒരു കൊച്ചു കൊച്ചടികളൊക്കെ ഉള്ളത്. നമ്മളീ പറഞ്ഞല്ലേ, വലിയ വെടിക്കെട്ടിന് ശേഷം ചില മാലപ്പടക്കങ്ങൾ, ചില ഓലപ്പടക്കങ്ങളെന്ന് നമ്മൾ പറയത്തില്ല, ഓലപ്പടക്കങ്ങൾ ചെതറിക്കിടക്കുമല്ലോ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നത് പോലെ. അത് മാത്രമേ ഉള്ളൂ. വെടിക്കെട്ട് അവസാനിച്ചു, പക്ഷേ ഓലപ്പടക്കങ്ങൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടാതെ കിടന്ന ചില പടക്കങ്ങൾ പൊട്ടുന്നത് പോലെയുള്ള കാര്യങ്ങളെ ഇപ്പൊ അവിടെ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ലോകത്തിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. ക്രൂഡ് വില $126 വരെ പോയതാണ് എണ്ണയുടെ വില. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നമ്മൾ തന്നെ കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കുക്കിംഗ് ഗ്യാസിന്റെ വില 1000 രൂപ, 994 രൂപയാണ് ഒരു കുറ്റിക്ക് നമ്മൾ കൂട്ടേണ്ടി വന്നത്. പെട്രോളും ഡീസലും എപ്പോൾ കൂട്ടണം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. കാരണം നമ്മളിതെല്ലാം വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. എല്ലാം വിലയ്ക്ക് വാങ്ങിച്ച് ഇത്രയും നികുതിയും ചരക്ക് കൂലിയും കൊടുത്താണ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. ഇത്രയും നാളെ നമ്മളതൊന്നും കൂട്ടിയില്ല. നമ്മുടെ സർക്കാർ പെട്രോളും ഡീസലും ഒന്നും കൂട്ടാതെ എക്സൈസ് ഡ്യൂട്ടി മാത്രം കുറച്ചുകൊണ്ട് ചെയ്യാവുന്ന പരമാവധി സർക്കാരെ സഹായിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളെ സഹായിക്കുന്നുണ്ട് അത്രയും കാര്യം. പക്ഷേ എത്ര കണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും? ഒരു സർക്കാരിന് എത്ര കണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും? വില കൂട്ടലിന്റെ സ്റ്റേജിലേക്ക് ഏതാണ്ട് പോകുമോ എന്നുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയത്ത് ഇതാ ക്രൂഡിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ന് ഇടിഞ്ഞ് താഴേക്ക് വരുന്നുണ്ട്. 126 നിന്ന് ഇന്നലെ കാണാൻ $94-95 ട്രേഡ് ചെയ്യുന്നത്. 100 താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആശ്വാസമുണ്ട്. അത്ര വലിയൊരു ആശ്വാസം വരുന്നതാണ്. ആലോചിച്ച് നോക്കണ്ടെന്ന് പറഞ്ഞാൽ 60 പോയതാണെന്ന് ആലോചിക്കണം. എന്തായാലും കൊള്ളാൻ, ട്രംപിന്റെ പ്രഖ്യാപനത്തോടു കൂടി ഉണ്ടായ ഒരു വലിയ പോസിറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ വില കുറഞ്ഞു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ സ്വർണ്ണവില സ്വാഭാവികമാണ്, ഒരു സൈക്കിൾ, ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ്. സ്വർണ്ണവില കയറുന്നുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില ഉയരുന്നുണ്ട്, ക്രൂഡ് വില താഴേക്ക് വരുന്നുണ്ട്. ഇനി സർക്കാരിന്, നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ആളുകൾക്ക് എണ്ണയുടെ വില താങ്ങേണ്ടി വരത്തില്ല എന്നാണ് തോന്നുന്നത്. ഇതുവരെയുള്ള ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ വലുതായിട്ട് വലിയ വർധനവൊന്നും ആദ്യഘട്ടങ്ങളിൽ 20-25 രൂപയൊക്കെ കൂട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും ഉണ്ടാകത്തില്ല. ഉണ്ടാകുകയാണെങ്കിൽ തന്നെ വളരെ നോമിനലായ വർധനവേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ കഴിഞ്ഞ ദിവസവും നമുക്ക് എണ്ണ ടാങ്കർ, LPG അടക്കമുള്ള എണ്ണ ടാങ്കർ വലിയൊരു ഷിപ്പ് നമ്മുടെ അവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കപ്പലുകളാണ് കയറി വരുന്നത് കേട്ടോ. അത്യാവശ്യം ഹോർമുസ് വഴിയാണെങ്കിലും മറ്റേത് റൂട്ടിൽ കൂടെ ആണെങ്കിലും നമ്മുടെ കപ്പലുകൾ കയറി വരാൻ അവർ സഹായിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ട്രംപിന്റെ പ്രസ്താവന ഒരു ആശ്വാസമായിട്ട് വരട്ടെ.
ഈ പിന്നെ നമ്മുടെ അർജുൻ ആദ്യം സൂചിപ്പിച്ച ഒരു വാക്കിലേക്ക് തന്നെയാണ് എനിക്ക് വരുന്നത്. അദ്ദേഹം പറയുന്നതായതുകൊണ്ട് നമ്മൾ അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കേണ്ട. പക്ഷെ നിലവിലത്തെ സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്.